ബി.പി. മൊയ്തീൻ സേവാ മന്ദിർ സംഘടിപ്പിച്ച നേതാജി ജയന്തി ആഘോഷവും ബി.പി. മൊയ്തീൻ വീരപുരസ്കാരദാന ചടങ്ങും മുക്കം നഗരസഭാ ചെയർമാൻ പി.ടി. ബാബു ഉദ്ഘാടനം ചെയ്തു. സൈക്കിളിൽ സഞ്ചരിക്കുന്നതിനിടെ ആഴമുള്ള തോട്ടിൽ വീണ് മുങ്ങിത്താഴുകയായിരുന്ന 1-ാം ക്ലാസ്സുകാരിയെ രക്ഷപ്പെടുത്തിയ സഹോദരൻ ആരോൺ ടോമിച്ചൻ എന്ന 11-കാരനാണ് ഇത്തവണത്തെ ബി.പി. മൊയ്തീൻ വീരപുരസ്കാരം സമ്മാനിച്ചത്. ബി.പി. മൊയ്തീൻ സേവാ മന്ദിർ സംഘടിപ്പിച്ച നേതാജി ജയന്തി ആഘോഷവും ബി.പി. മൊയ്തീൻ വീരപുരസ്കാരദാന ചടങ്ങുമാണ് മുക്കം നഗരസഭാ ചെയർമാൻ പി.ടി. ബാബു ഉദ്ഘാടനം ചെയ്തത്. അനുസ്മരണവും ജയന്തിയും എല്ലാം നടത്തുന്നത് ഒരുപക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള അനുസ്മരണവും ജയന്തികളിലൊക്കെ നടത്തേണ്ട ഒരു കാലഘട്ടം കൂടിയുമാണ്. ഇവരെ പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ എല്ലാം ചരിത്ര പുരുഷന്മാരെ എല്ലാം തന്നെ പുതിയ തലമുറ മറന്നു പോകുമോ എന്നുള്ളത് ഭയപ്പാടാണ്. ചരിത്രം മാറ്റി എഴുതാനാണ് ഭരണകൂടങ്ങളെല്ലാം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ സമൂഹം ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ ശ്രമിച്ചിട്ടുള്ള ധീര രക്തസാക്ഷികൾ അവരെ നമുക്ക് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാലഘട്ടം കൂടിയാണ്. ആ രീതിയിലേക്കാണല്ലോ പോകുന്നത്. പ്രൊഫസർ അമിത് ചന്ദമംഗലൂർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. എ.പി. മുരളീധരൻ നേതാജി അനുസ്മരണ പ്രഭാഷണം നടത്തി. സൈക്കിളിൽ സഞ്ചരിക്കുന്നതിനിടെ ആഴമുള്ള തോട്ടിൽ വീണ് മുങ്ങിത്താഴുകയായിരുന്ന 1-ാം ക്ലാസ്സുകാരിയെ രക്ഷപ്പെടുത്തിയ സഹോദരൻ ആരോൺ ടോമിച്ചൻ എന്ന 11-കാരന് ബി.പി. മൊയ്തീൻ വീരപുരസ്കാരം ആനന്ദകനകം സമ്മാനിച്ചു. ആലപ്പുഴ നെടുമുടി ചെമ്പുംപുറം കീപ്പട ടോമിച്ചൻ്റെയും നാൻസിയുടെയും മകനാണ് 6-ാം ക്ലാസ്സുകാരനായ ആരോൺ. വ്യത്യസ്ത മേഖലകളിൽ അംഗീകാരം ലഭിച്ച ലൈബ്രറി അംഗങ്ങളായ മുക്കം ബാലകൃഷ്ണൻ, മുക്കം വിജയൻ, ബിജുല സജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ വി.പി. ജയേന്ദ്രൻ രചിച്ച ചിതഗ്നി എന്ന ഗ്രന്ഥം സേവാമന്ദിർ ഡയറക്ടർ കാഞ്ചനമാല ബച്ചു ചെറുവാടിക്ക് നൽകി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. എ.സി. നിസാർ ബാബു, സജി കള്ളിക്കാട്ട്, എ.എം. ജമീല, നടുക്കണ്ടി അബൂബക്കർ, പ്രഭാകരൻ മുക്കം, ദാമോദരൻ കോഴഞ്ചേരി, കെ. രവീന്ദ്രൻ, എ.കെ. സിദ്ദിഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.